അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, ഇന്നിപ്പോൾ ബദർ ദിനാണല്ലോ അല്ലേ, റമദാൻ 17. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരും, ഇന്ന് ഞാനൊരു കാര്യം ചോദിച്ചപ്പോൾ ഒരുപാട് ആൾ കമൻ്റൊക്കെ ഇട്ടിരുന്നു കേട്ടോ. പള്ളിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് കിട്ടുമോ, നിങ്ങളെ ഭാഗത്തൊക്കെ അതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പലരും പല രീതിയിലുള്ള കമൻറ്റുകൾ കണ്ടു. പലരും പറഞ്ഞു ഞങ്ങൾക്ക് ഇറച്ചിയും അരിയുമാണ് കിട്ടിയത്, മറ്റു ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് നല്ല ബീഫ് ബിരിയാണിയാണ് കിട്ടിയത്, ഇന്നും നാളെയും ഉണ്ട്, അങ്ങനെയൊക്കെ പത്തിരിയും ഇറച്ചിയും പൊറാട്ടയൊക്കെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ കമൻ്റൊക്കെ ഇട്ടിട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നെന്ന് വെച്ചാൽ നമുക്കൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. കാരണം എന്താ, മുസ്ലിങ്ങളുടെ വിജയമായിരുന്നു ഇന്നലെ. വളരെയധികം തുച്ഛമായ രീതിയിലുള്ള ആ ഒരു മുസ്ലിങ്ങളെ ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ശത്രുപക്ഷം ആക്രമിക്കുക അല്ലേ. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അവരിലേക്ക് ഇറങ്ങുക, മലക്കുകളെ ഇറക്കി അള്ളാഹു മുസ്ലിങ്ങളെ വിജയിപ്പിക്കുക. മാഷാ അല്ലാ, ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമല്ലേ. അതുകൊണ്ട് തന്നെ പള്ളികളിലും ഒക്കെ ആയിട്ട് എല്ലാവരും ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, ആ ഒരു ബദരീങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തുകൊണ്ടും ഫാത്തിഹ ഓതിക്കൊണ്ടൊക്കെ എല്ലാവരും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. എന്തൊക്കെ തന്നെയാലും മാഷാ അല്ലാ അൽഹംദുലില്ലാ, അങ്ങനെ 17-ാം രാവും കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാ വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളല്ലേ ബാക്കി. എന്തൊക്കെ തന്നെയാലും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും മുഴുവനായിട്ട് നോമ്പൊക്കെ നല്ല രീതിയിൽ അനുഷ്ഠിക്കുവാനും നമ്മളെ പ്രായമായ മാതാപിതാക്കൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല രീതിയിൽ അള്ളാഹുവിലേക്ക് നോമ്പനുഷ്ഠിക്കുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അസുഖമായി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, നോമ്പ് നോൽക്കാൻ കഴിയാത്തവരുണ്ട്. എന്തൊക്കെ തന്നെ അള്ളാഹുവേ റഹ്മാനെ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ, ഞങ്ങൾ ഇതുവരെ നോറ്റതൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. സൗദയുടെ ഉപ്പ അന്നും പള്ളിയിൽ നിന്ന് വന്നപ്പോൾ ഒരു പാത്രമായിട്ടായിരുന്നു വന്നത്. അത് ആ മക്കൾ സൗദയുടെ അനിയത്തിമാർ ആകാംക്ഷയോടെ അത് തുറന്നു നോക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ നോമ്പ് തുറക്കുവാനുള്ള സമയമായപ്പോൾ ആ പിതാവ് മക്കൾക്ക് കൊണ്ടുവന്നത് അതെ പള്ളിയിലെ പത്തിരിയും ഇറച്ചിയുമായിരുന്നു. കുട്ടികൾക്കത് വല്ലാത്ത സന്തോഷമായിരുന്നു. സ്നേഹത്തോടെ സന്തോഷത്തോടെ എല്ലാവരും കഴിക്കുമ്പോൾ എല്ലാവരും അതാ സൗദിയുടെ വായിലേക്കും വെച്ചു കൊടുക്കുന്നു. ഇത്താത്ത ഞാൻ തരുന്ന തിന്നോ എന്ന് പറഞ്ഞ് ആ മക്കൾക്ക് സൗദിയെ കിട്ടിയതിന് ശേഷം വല്ലാത്തൊരു സന്തോഷമായിരുന്നു. എന്തെന്നില്ലാത്ത അവർക്ക് ആരോ ഒരു വലിയൊരു വിരുന്നുകാരി വന്നതുപോലെ തന്നെ ആയിരുന്നു സത്യം പറഞ്ഞാൽ. എന്നാൽ അനിയത്തിമാർ അവളോട് പറഞ്ഞു, ഇത്താത്ത നിങ്ങൾ പോവണ്ട മക്കളെ, പോകാൻ ഞാൻ പറ്റില്ലല്ലോ. ഇത്താത്താക്കൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞ് എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം മക്കളെ. നിങ്ങളുടെ കുഞ്ഞി കൈകൾ കൊണ്ട് ദുആ ചെയ്യണം കേട്ടോ. ശരിക്കും അതെ, സൗദിയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ആ മക്കളുടെ കണ്ണുകൾ എറിയും. അതെ ഇൻഷാ അല്ലാ ഞങ്ങൾ ദുആ ചെയ്യട്ടോ, കുഞ്ഞാവക്കൊന്നും പറ്റൂല കേട്ടോ. എന്നാൽ സൗദക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു, റബ്ബേ നീ എന്നെ കൈവിടില്ല എന്നുള്ളത്. കാരണം റബ്ബേ ശരിയാണ്, കുറച്ചൊക്കെ അഹങ്കരിച്ചു, എന്നാൽ റബ്ബേ നവാസ്ക്ക് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, അറിയാതെയും ചെയ്തിട്ടില്ല റബ്ബേ. നവാസ്കയുടെ അസാന്നിധ്യത്തിൽ ഞാൻ എൻ്റെ ശരീരം കാത്തു സൂക്ഷിച്ചവളാണ്. ഒരിക്കൽ പോലും എന്നെ ഒരാൾ തൊടുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, ഒരു തെറ്റിലേക്ക് ഞാൻ പോയിട്ടുമില്ല റഹ്മാനെ. അതുകൊണ്ട് തന്നെ അല്ലാ നീ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. റഹ്മാൻ റഹീമുമായ രാജസയ്യിദായ തമ്പുരാനെ, അല്ലാ ഈ 17-ാം ദിവസത്തെ നോമ്പിൻ്റെ അന്ന് ബഹുമാനപ്പെട്ട ബദരീങ്ങളുടെ യുദ്ധത്തിൽ വിജയിച്ച ഈ ഒരു സംഭവം നടന്ന അന്ന് റഹ്മാനെ ഞാൻ നിന്നോട് കണ്ണീരോടെ ദുആ ചെയ്യണം. അല്ലാ നീ സ്വീകരിക്ക്. നീ ബദരീങ്ങൾക്ക് മലക്കുകളെ ഇറക്കി സഹായിച്ചില്ലേ, അതുപോലെ റഹ്മാനെ എന്നെ ഒന്ന് സഹായിക്കണം റഹ്മാനെ. എൻ്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടു കിട്ടിയിരുന്നെങ്കിൽ. അതെ, അവൾ ഹൃദയം പൊട്ടി ആ നിസ്കാരപ്പായയിൽ നിന്ന് ദുആ ചെയ്തു. എന്നാൽ ആ പിതാവ് അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ വിങ്ങിപ്പൊട്ടി കരയുന്നത് ആ പിതാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മോളെ സൗദ, ആ ഉപ്പ എൻ്റെ കുട്ടി ഇനി കരയല്ലേ, നമുക്ക് നാളെ തന്നെ പുറപ്പെടാം കേട്ടോ. ഉപ്പാൻ്റെ കുട്ടിക്കൊന്നും സംഭവിക്കൂലേ, എൻ്റെ കുട്ടി നല്ല മോളല്ലേ ഉപ്പാൻ്റെ കുട്ടി. അവളെ നെഞ്ചോട് ചേർത്ത് ഉപ്പ ചുംബിച്ചു. എന്നാൽ അപ്പോഴേക്കും അതാ അവരുടെ ഉമ്മ ഹഫ്സ അങ്ങോട്ട് വന്നു. മോള് കരയല്ലേ, മോളുണ്ടാകുമ്പോൾ ഈ മക്കൾക്കൊക്കെ എന്ത് സന്തോഷമാണോ മോളെ, ഇൻഷാ അല്ലാ കണ്ടുപിടിക്കാം കേട്ടോ, അതെങ്ങനെയൊക്കെ തന്നെയായാലും. എന്നാൽ അതാ സൗദയുടെ നെഞ്ചിലേക്ക് അവൾ തലവെച്ച് കരഞ്ഞു. ഉമ്മ ഇല്ല മോള് കരയല്ലേ, മോളങ്ങനെ കരഞ്ഞാലോ, ഞാൻ ഇന്നലെ ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട്. അല്ലാഹുവേ എൻ്റെ മോൾക്ക് റഹ്മാൻ അവളുടെ കുഞ്ഞിനെ നീ തിരിച്ചു കൊടുക്കുക അല്ലാ
എന്ന് പറഞ്ഞ് മോള് കരയല്ലേ കേട്ടോ. നമ്മൾ പ്രാർത്ഥിച്ചാൽ പഠിച്ചോനെ സ്വീകരിക്കുമല്ലോ. മോള് കരയല്ലേ. സ്നേഹനിധിയായ ഒരു ഉമ്മയെ കിട്ടിയ സന്തോഷവും അവൾക്കുണ്ടായിരുന്നു. റബ്ബേ, എനിക്ക് ഇങ്ങനെ ഒരു ഉമ്മയെ നീ തന്നല്ലോ അല്ലാ. സ്നേഹത്തിൻ്റെ നിറകുടമായിരുന്നു അവർ. എൻ്റെ ഉപ്പയുടെ കാര്യത്തിലാണെങ്കിലും എൻ്റെ അനിയത്തിമാരുടെ അനിയൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെയധികം ശ്രദ്ധ ചെലുത്തുന്ന ഒരു ഉമ്മയായിരുന്നു അത്. അതെ, മക്കൾക്ക് വേണ്ടിയിട്ടും ഉപ്പാക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം തയ്യാറാക്കി വെക്കും. അതെ, അദ്ദേഹത്തിന് വേണ്ടതെല്ലാം സ്നേഹത്തോടെ ചെയ്തു കൊടുക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ കണ്ടപ്പോൾ അവൾക്ക് പകുതി ആശ്വാസമാണ് ആയത്. എന്നാൽ അവർ പറയുന്നു, മോള് വിഷമിക്കല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നുണ്ടല്ലോ, ഒക്കെ ഇൻഷാ അല്ലാ. മോളെ, നിങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ എനിക്കും വല്ലാത്ത കൊതിയുണ്ട് പോകാൻ. എനിക്ക് ഉമ്മ, അതെ പോകാമായിരുന്നു. എന്നാൽ സൗദിയുടെ പിതാവിനോട് അവരത് പറയുന്നു. അതെ, പിന്നുണ്ടല്ലോ, അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴാണ് ആ കാര്യം പറഞ്ഞത്. ഭക്ഷണമെല്ലാം കഴിച്ച് തറാവി എല്ലാം കഴിഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വരുന്നതും നോക്കി നിന്നു അവള്. അതെ, ശരിക്കും ഹഫ്സ അവിടെ ഇരിക്കുന്നു. എന്നാൽ സൗദി ചോദിച്ചു, ഉമ്മ എന്തി ഇവിടെ? അല്ല മോളെ, ഖുർആൻ ഓതിക്കൊണ്ടിങ്ങനെ ഇരുന്നപ്പോഴേ ചൂടെടുത്തപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഉമ്മ, മോളെ, ഉമ്മക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ കൂടെ വരണം ഉമ്മ. എനിക്ക് വേറെ ആരുമില്ല ഉമ്മ, നിങ്ങളല്ലാതെ എനിക്ക് ആരുമില്ല ഉമ്മ. മോളെ, നീ എന്തേ പറയുന്നത്? അതെ ഉമ്മ, എനിക്ക് ആരുമില്ല. ഉള്ളതെല്ലാം ഉപേക്ഷിച്ച് പോയതാണ് ഞാൻ. അതെ, അങ്ങനെ പോയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. മോളി സാരല്ല, ഒരു പക്ഷേ അങ്ങനെ പോയത് കൊണ്ടൊക്കെ ഇതൊക്കെ ഒന്ന് കുടുംബബന്ധം പുലർത്താനായല്ലോ എൻ്റെ കുട്ടിക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെ? ഞാൻ ഇക്കയോട് എപ്പോഴും പറയും, നാട് കാണാൻ കൊതിയാകുന്നുണ്ട്, വീട്ടിലേക്ക് പോകാൻ, മറ്റു മക്കളെ കാണാൻ, ഉമ്മയെ കാണാനൊക്കെ കൊതിയുണ്ടെന്ന് ഞാൻ പറയും. പക്ഷെ എന്നോട് പറയും, നീ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മോളെ നിന്നെ വെച്ചേക്കില്ല, എനിക്ക് തന്നെ സ്വസ്ഥയും സമാധാനവും കിട്ടാറില്ല, പിന്നെ എങ്ങനെ നിന്നെ കൂടെ? അങ്ങനെ പറയും. ഞാൻ പറയും, സാരല്ല, അവരോടെല്ലാം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ പറയും. എൻ്റെ പൊന്നാരൻ്റെ ഹഫ്സ, നീ വേണ്ടാത്തൊന്നും ചിന്തിക്കല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹമെല്ലാം മനസ്സിൽ ഒളിപ്പിച്ച് അവിടെ വെക്കലാണ്. എന്നാലും ഇപ്പം എനിക്ക് തോന്നുന്നു, നീ കൂടെയുള്ള സ്ഥിതിക്ക് നിൻ്റെ കൂടെ വന്നാലേ. സത്യം പറഞ്ഞാൽ അതാ ഫസീലക്കും മക്കൾക്കും നാട്ടിലേക്ക് വരാൻ വല്ലാത്ത കൊതിയുണ്ട്. എന്നാൽ സൗദ വിചാരിക്കണം, റബ്ബേ കൊണ്ടുപോകുന്നതൊക്കെ, പക്ഷെ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത്. എന്നാൽ ഈ സമയം അതാ പിതാവ് അങ്ങോട്ട് കടന്നു വരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ ഇന്ന് ഉമ്മയും മോളും നല്ല സംസാരത്തിലാണല്ലോ. ഇക്ക വരി, ഭക്ഷണം കഴിക്കുക. ആ, ഞാൻ പള്ളിയിൽ നിന്ന് കഴിച്ചു, ഇനി അല്പം എന്തെങ്കിലും ഇനിയിപ്പോൾ വേണമെന്നില്ല, ഇനി ഇൻഷാ അല്ലാ പുലർച്ചെ കഴിക്കാം. വരി, അകത്തേക്ക് പോരി. നിങ്ങളിങ്ങനെ പുറത്തിരിക്കില്ലേ മക്കളെ, പുറത്ത് വയ്ക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ഇക്ക, അത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ആയപ്പോൾ സാരല്ല, വരി. അങ്ങനെ ഏതാ ഉമ്മയും മകളെയും അകത്തേക്ക് കയറ്റി ആ ഉപ്പ വാതിലടച്ചു. അല്ലാ, ഏതായാലും ബദരീങ്ങളെ നേർച്ചയും കഴിഞ്ഞു, റാഹത്തായി. പടച്ചോനെ അല്ലാ, ഇനിയിപ്പോൾ അടുത്ത നോമ്പിന് ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഉണ്ടാവില്ല ഒന്നും പറയാൻ പറ്റൂല. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും ദിവസം റാഹത്തോടു കൂടി നോമ്പ് നോൽക്കാനൊക്കെ കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാ അടുത്തത് എങ്ങനെയൊക്കെ അല്ലാഹുവിനെ റഹ്മാനെ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ കൂടെ ഇരുന്ന് നോമ്പ് തുറന്ന പലരും ഇന്ന് 6 അടി മണ്ണിലാണ്, ഖബറിനുള്ളിലാണ്. അതെ, പലരും റഹ്മാനെ. അവർ കഴിഞ്ഞ പ്രാവശ്യം ഒരിക്കൽ പോലും വിചാരിച്ചില്ല റഹ്മാനെ, അടുത്ത പ്രാവശ്യം ഞാൻ ഖബറിലായിരിക്കുമെന്ന് അറിയില്ല, വിചാരിച്ചിട്ടില്ല. എത്ര മരണങ്ങൾ. പഠിച്ച റബ്ബേ, എല്ലാവരുടെയും ആഖിറത്ത് വെളിച്ചമാക്കി കൊടുക്ക് റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ റഹ്മാനെ. സത്യം പറഞ്ഞാൽ അത് അബൂബക്കർ എന്ന അദ്ദേഹം വിതുമ്പി കരയുകയാണ്. ഉപ്പ, നിങ്ങൾ കരയില്ലേ ഉപ്പ? മോളെ, മരണം, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ആരുണ്ടാവുക? ശരിക്കും ആ പിതാവ് വിതുമ്പുകയായിരുന്നു. മോളെ, ഇവരെ എൻ്റെ കാലം ഞാൻ വല്ലാതെ പോകും തോന്നില്ല മോളെ. ഉപ്പ അങ്ങനെ പറയല്ലേ. ഉപ്പ അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ആരാ മോളെ? അതെ,
എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു മോളുടെ കാര്യത്തിൽ. കാരണം മോള് നല്ലൊരാളുടെ കൈകളിലായല്ലോ. പക്ഷെ ഇപ്പം എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടു മോളെ. ഉപ്പാക്ക് സമാധാനമല്ല മോളെ. ഉപ്പ കുട്ടി എന്തിനാ ഉപ്പ? സാരമില്ല, ഇൻഷാ അല്ലാ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലപ്പാ. അപ്പോഴത്തെ ആ സാഹചര്യത്തിൽ അങ്ങനെ അങ്ങ് മോളെ ഉപ്പാൻ്റെ കുട്ടി മാപ്പ് പറയണം. ഉപ്പ ഞാൻ എവിടെ പോയി? എല്ലായിടത്തു നിന്ന് ഇറങ്ങി പോകുന്നതല്ലേ? അതേ മോളെ, അവിടെ ഐഷുമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടല്ലോ, അവർ വല്ലാത്തൊരു മഹിളയാണ്. അവരോട് പോയി ഒന്ന് മാപ്പ് പറയണം, ക്ഷമിക്കണം എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. എൻ്റെ കുട്ടീനെ അവർ സ്വീകരിക്കും. എന്താ ആ പിതാവിൻ്റെ വാക്കുകൾ അതായിരുന്നു. എന്നാൽ സൗദ വിചാരിച്ചിരുന്ന റബ്ബേ ഇനി എങ്ങനെ പുത്തൻ വീട് തറവാട്ടിലേക്ക് പോകും എന്നുള്ളത്. കാരണം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് എന്നത് മാത്രമല്ല, എന്നതിലുപരി ആ പാവം മാതാവും ഷമ്മാസും എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ സാധനങ്ങളുമായി എൻ്റെ ഗർഭം കാണുവാൻ വേണ്ടി വന്നപ്പോൾ അതെല്ലാം വലിച്ചെറിഞ്ഞ് അവരെ ചീത്ത പറഞ്ഞ് ഇറക്കി വിട്ടതാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ. അല്ല, എൻ്റെ ഉമ്മ പഠിച്ചവനുമ്മാൻ്റെ ബുദ്ധിമോശം കൊണ്ട് അങ്ങനെയോ സംഭവിച്ചു. ഇനി ഞാൻ എങ്ങനെ അവരുടെ മുഖത്തേക്ക് നോക്കുക? അതായിരുന്നു സൗദയുടെ ചിന്ത. മോളെ, ഉപ്പാൻ്റെ കുട്ടി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. നമുക്ക് ഈ ഉപ്പാൻ്റെ കുട്ടി ഞാൻ നിന്ന് തരാം എൻ്റെ കൂടെ. ഈ പോയിട്ട് മാപ്പ് പറയണം കേട്ടോ. മാപ്പ് പറയണം, എന്നോട് ക്ഷമിക്കണം ഉമ്മ, തെറ്റ് പറ്റിപ്പോയി എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. അതെ, കസ്വത്തിൽ കൽബുള്ള ആളെന്നല്ല നിങ്ങളമ്മ, എനിക്ക് നന്നായിട്ടറിയാം. എന്തൊക്കെ തന്നെയാലും മാഷാ അല്ലാ എൻ്റെ കുട്ടീനൊക്കെ കണ്ടു കിട്ടില്ല, അതന്നെ വലിയത്. എന്നാൽ അന്നവർ രാത്രി ഉറങ്ങുവാൻ കിടന്നു. അന്ന് അത് ഹഫ്സ സൗദിയുടെ പിതാവിൻ്റെ അരികിലിങ്ങനെ കിടക്കുന്ന സമയത്ത് പറയാണ്, അതെ ഇക്ക. എന്താടി? അത് പിന്നെണ്ടല്ലോ, നിങ്ങൾ നാളെ നാട്ടിലേക്ക് പോകുന്നുണ്ടോ? ഞാൻ നാട്ടിലേക്ക് പോവുകയെന്ന് വെച്ചാൽ മോളുടെ കാര്യത്തിലൊരു തീരുമാനമാക്കണ്ടേ. കാരണം മോള് പറയുന്നത് എൻ്റെ കുഞ്ഞെവിടേക്കേ ഉണ്ടെന്നാണ്. അത് കണ്ടുപിടിക്കും വേണമല്ലോ. ഇൻഷാ അല്ലാ അത് ഇനി ഉണ്ടോ ഇല്ല ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചാലല്ലേ അതൊക്കെ അറിയുള്ളൂ. ഇനിയിപ്പോൾ പഠിച്ചവനെ ഇല്ല എന്നുള്ള ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ എൻ്റെ പൊന്നും മോള് ഹൃദയം പൊട്ടിക്കരയും. അതെനിക്ക് സഹിക്കാൻ കഴിയില്ലടി, അതെനിക്ക് സഹിക്കാൻ കഴിയില്ല എൻ്റെ പൊന്നും മോള് കരയുന്നത്. ഇക്ക നിങ്ങൾ കരയല്ലേ, നിങ്ങൾ വിഷമിക്കല്ലേ, അള്ളാഹു ഉണ്ടല്ലോ നമ്മുടെ കൂടെ. ഇക്ക എന്താ? ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തടി? അത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാനും മക്കളും ഇവിടെ ഒറ്റക്കാവും. അതിനെന്താ, ഞാൻ ഓളെ കാര്യം വേഗം നോക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു വരണ്ട അന്ന് രാത്രിക്കത്തെ ട്രെയിൻ തന്നെ കേട്ടോ. ഇക്ക ഞാൻ ഒരു കാര്യം പറയട്ടെ. ഏതായാലും നമ്മളുടെ ഇവിടെ ചെറ്റക്കുടലും ഇതൊക്കെ തന്നെയാണല്ലോ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് ക്യാഷ് ഉണ്ടല്ലോ, ഞങ്ങളും പോരട്ടെ നാട്ടിലേക്ക്? ഹഫ്സയുടെ ആ ചോദ്യം കേട്ട് ഉപ്പ പറഞ്ഞു, എന്താ ഹഫ്സ നീ പറയുന്നത്? മക്കളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അത് ഇവിടെ തന്നെയാണ്. ഇക്ക അതൊക്കെ ഇപ്പോൾ പൂട്ടാനായില്ലേ, അതിപ്പോൾ നോക്കൊന്നും വേണം, കുറച്ച് ദിവസം കൂടെ അല്ലേ. ശരിയാണ്, പക്ഷേ ഇവിടം വിട്ട് പോവാന്ന് വെച്ചാൽ ഇക്ക അതിനെന്താ, നമ്മൾ കുറേ ഇവിടെ നിൽക്കണത്, ഇനി ഒന്ന് മാറി താമസിക്കുക കുറച്ച് ദിവസമെങ്കിലും. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആ ഒരു വാക്കുകൾ കേട്ട സൗദിയുടെ പിതാവ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓരോന്ന് തോന്നി. ശരിയാണ്, ഓളെ ഒറ്റക്കിട്ട് പോകാൻ പറ്റൂല, ഓളെ എൻ്റെ മക്കളെയും ആരെങ്കിലും ഒരാളെ ഏൽപ്പിക്കാതെ. കാരണം ഒരിക്കലേ ഓളെ ഉപദ്രവിച്ച ആളുകൾ എപ്പോഴും ഓളെ നോട്ടിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഓള ഹിജാബിനുള്ളിൽ ഒതുങ്ങിക്കൂടിയത് കൊണ്ടാണ് അവൾക്ക് ശത്രുക്കൾ ഇല്ലാതെയായതും ആളെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതും. പക്ഷേ അവളുടെ സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് കൊത്തിപ്പറിക്കാൻ വരും, അതെനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ആ പിതാവ് എന്നെ ഏൽപ്പിച്ചത് ശരിയാണ്, ഹഫ്സയെ വിട്ടു പോകുന്നത് ഒട്ടും ശരിയല്ല. ഹഫ്സയും എൻ്റെ പിഞ്ചു 3 മക്കളും അവർ വിട്ടു പോകുന്നത് ശരിയല്ല എന്ന് ആ പിതാവ് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇക്ക എന്താ? ഇക്കൊന്നും പറഞ്ഞില്ലല്ലോ, എന്തായി? നമുക്ക് ഒരുമിച്ച് പോയിക്കൂടെ? എന്നാൽ അവരുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ പിതാവ് നിശബ്ദമായി വന്നു. ഇക്ക എന്തെങ്കിലും ഒന്ന് പറയും, വരണോ വരണ്ടേ? എന്താ ഞാൻ കൂടി വന്നാൽ നമ്മുടെ മക്കളും നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? അതെ ഇക്ക, ഒരുമിച്ച് ജീവിക്കണം, ഒരുമിച്ച് മരിക്കണം, ആ ഒരു ചിന്തയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് എനിക്ക് പറയാൻ. ഒരുപക്ഷെ ഞാനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ എനിക്കതേ ഇഷ്ടമുള്ളൂ കേട്ടോ. എൻ്റെ ഇക്ക ഉള്ള കാലത്ത്
എനിക്ക് മരിക്കണം, എനിക്കതേ ഇഷ്ടമുള്ളൂ സത്യമായിട്ടും. അതെ, അവൾ കണ്ണീരൊഴുക്കി പറഞ്ഞു. എൻ്റെ ഹഫ്സ, നീ ഇതിടയ്ക്കിടെ പറയും, എനിക്കിത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷനാണ്. നീ ഇങ്ങനെ പറയല്ലേ. നീ എന്നെ വിട്ടു പോയി എനിക്ക് പിന്നെ എൻ്റെ മക്കളും ഞാനും അനാഥമാവില്ലേ പെണ്ണെ. നീ ഇങ്ങനെ പറയല്ലേ. ഇക്ക, ഞാൻ പറയാമെന്ന് മാത്രം. ഒരിക്കൽ പോലും നിങ്ങൾ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയൂല. പഠിച്ചവനെ ഇതേ ഇരിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണത്. അതെനിക്ക് ഇഷ്ടമല്ല, അതെനിക്കിഷ്ടമല്ല. ആദ്യം എന്നെ കൊണ്ടുപോയിക്കോ, എന്നിട്ട് കൊണ്ടുപോയിക്കോ എൻ്റെ ഭർത്താവിനെ. അവൾ എപ്പോഴും ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യം അതായിരുന്നു. എന്നാൽ സൗദിയുടെ ഉപ്പാക്ക് അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമാണ്. എടി പെണ്ണെ, നീ ഇങ്ങനൊന്നും പ്രാർത്ഥിക്കല്ല പെണ്ണെ, നീ ഇങ്ങനൊന്നും. ഇക്ക, എൻ്റെ മനസ്സത്തെ ആഗ്രഹമാണത്. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ചേർത്ത് പിടിച്ച് അദ്ദേഹം പറഞ്ഞു, സാരമില്ല, ഇൻഷാ അല്ലാ നമുക്കൊരുമിച്ച് പോകാം. എന്നാൽ അത് കേട്ടപ്പോൾ ശരിക്കും അവൾ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ. അല്ലാഹു റഹ്മാനെ, നീ എത്ര കാരുണ്യവാനാണ്. ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചത് എനിക്കിതാ സാധിപ്പിച്ചു തരുന്നു അല്ലാ. എന്നാൽ ആ ഒരു നിലാവിൻ്റെ ആ ഒരു അരണ്ട വെളിച്ചം ആ വീട്ടിലെ ഓലകൾക്കിടയിലൂടെ വന്ന് അവരുടെ മുഖത്തേക്ക് പതിക്കുമ്പോൾ ഹഫ്സയുടെ മുഖം കൂടുതൽ സുന്ദരമായി അദ്ദേഹത്തിന് തോന്നി. മാഷാ അല്ലാ, അള്ളാഹു നൽകിയ ഒരു പൂനിലാവാണ് എൻ്റെ പെണ്ണ്. അത് സ്വഭാവം കൊണ്ടും മഹിമ കൊണ്ടും എല്ലാം കൊണ്ടും. റബ്ബേ, സൗന്ദര്യം മാത്രമല്ല, അവളുടെ സ്വഭാവത്തിലാണ് പ്രത്യേകമായിട്ടൊരു സൗന്ദര്യം. അല്ലാഹുവേ റഹ്മാനെ, നീ കാത്തുരക്ഷിക്ക്. ആ രാത്രിയിൽ അതാ അവർ ഉറങ്ങുന്നു. എന്നാൽ 3 മണിയായപ്പോഴേക്കും നമ്മുടെ ഹഫ്സ എഴുന്നേറ്റു. അത് അവൾ ഫ്രഷായി ഉളൂഹ് ചെയ്തു. പടച്ചിറബിലേക്ക് നമസ്കാരം തുടങ്ങി. ഖുർആൻ പാരായണം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സൗദ ഉണർന്നത്. അല്ലാ, നേരെ ഒരുപാടായോ മോളെ സൗദ? ഇല്ല, ആയിട്ടില്ല ഉമ്മ, കുറച്ച് നേരത്തെ എണീറ്റേ ഉള്ളൂ. ആയിട്ടില്ല, 4 മണിക്ക് 4:30 ആയിട്ട് എണീറ്റാൽ മതി. മോൾ കിടന്നോ? അല്ലുമ്മ, ഞാനും. മോളെ, ഞാൻ ഒരു കാര്യം പറയാം. എന്തോ ഉമ്മ? മോളെ, ഈ സമയത്ത് വെച്ചാലേ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്. എല്ലാവരും വെച്ചാൽ എല്ലാവരും. അപ്പോൾ കുറച്ച് ആളുകൾ മാത്രം ഉണ്ടാവും. ആ സമയത്ത് തണുപ്പായാലും ഈ ചൂടായാലും എന്തൊക്കെ തന്നെയാലും അതിനെ ഉറക്കത്തിനെയൊക്കെ കളഞ്ഞ് ഇല്ല. അപ്പോൾ ഇബ്ലീസ് പറയും, അവിടെ കിടക്ക്, ഈ എവിടുക്കാൻ എണീക്കണം, എന്തൊരു സുഖമായുള്ള ഉറക്കം, എവിടുക്കാൻ എണീക്കണം, കിടക്ക് കിടക്ക് എന്ന് പറഞ്ഞ് ഇബ്ലീസ് ഇങ്ങനെ വന്ന് നമ്മളോട് കിടക്കാൻ പറയും. അപ്പോൾ എന്ത് വേണം? ഇല്ല, അതൊന്നും ഒരിക്കലും അതിൽ വീണ് പോയില്ല. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്നൊക്കെ പറഞ്ഞാണ്ട് എഴുന്നേൽക്കനൊക്കെ തട്ടി മാറ്റിയിട്ട് റുളൂഹ് ചെയ്താൽ തന്നെ നമുക്കൊരു ഉഷാറ് കിട്ടും. എത്ര പെട്ടെന്ന് ഉറക്കം പോകുന്നോ. എന്നിട്ട് മോളെ, ഉമ്മാൻ്റെ കുട്ടി തഹജ്ജുദ് നിസ്കരിച്ച് പടച്ച റബ്ബിനോട് ദുആ ചെയ്യണം. പഠിച്ചോനെ, എൻ്റെ പൊന്നു മോൻ, എൻ്റെ കുഞ്ഞ് അതെവിടെയാണെങ്കിലും റഹ്മാനെ, നീ എനിക്ക് കാണിച്ചു തരണം റഹ്മാനെ എന്ന് പറഞ്ഞ് ദുആ ചെയ്യേ. ഇൻഷാ അല്ലാ, അള്ളാഹു നിനക്ക് നൽകും കേട്ടോ. എനിക്ക് ഉറപ്പുണ്ട് മോളെ, എൻ്റെ മനസ്സിങ്ങനെ പറയാണ്. ഇനിയിപ്പോൾ അഥവാ കിട്ടിയില്ലെങ്കിലും അള്ളാഹുവിൻ്റെ അടുത്തേക്കല്ലേ പോയത് എന്ന് വിചാരിക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ മോളെ ഗുണം നിനക്കറിയില്ലേ? മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയല്ല. അതായത് നമ്മൾ മരണപ്പെട്ടിങ്ങനെ ചെല്ലുന്ന സമയത്തേ നമ്മുടെ പിഞ്ചു മക്കൾ നമ്മളൊക്കെ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. അള്ളാഹുവേ, എൻ്റെ മാതാപിതാക്കൾ വരുന്നു, എനിക്ക് അവരെ സ്വർഗത്തിലേക്ക് കയറ്റണം എന്ന് പറഞ്ഞ് ഈ മക്കൾ അവിടെ സമരം ചെയ്യും അത്രേ. ഇന്ന് നമ്മളെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു. മാഷാ അല്ലാ, അതൊക്കെ ഒരു ഭാഗ്യമല്ലേ. എന്നാൽ സൗദിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പടച്ച റബ്ബേ, എനിക്ക് രണ്ടും വേണം റഹ്മാനെ, ദുനിയാവും വേണം ആഖിറവും വേണം. പക്ഷെ ദുനിയാവിൽ കുറേയൊന്നും വേണ്ട, എൻ്റെ പൊന്നു മോനെ കിട്ടിയാൽ മതി, വേറൊന്നും വേണ്ട. അവൾ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. അവൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോഴേക്കും ഉപ്പയും അതാ നിസ്കരിക്കുന്നു. സത്യം പറഞ്ഞാൽ കൊച്ചുകുടിലിൽ അതാ അവരെല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കുന്ന മനോഹരമായ നിമിഷങ്ങളിൽ അപ്പോഴേക്കും കുഞ്ഞു മക്കളും ഉണർന്നു. അവരും അതേ പ്രകാരം ചെയ്യുന്നു. റഹ്മാനെ, അള്ളാഹുവെ, ബർക്കത്തുള്ള വീടാക്കണേ അല്ലാ എൻ്റെ വീട്. ആ പിതാവ് അപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരുന്നു. നിസ്കാരവും ഖുർആൻ പാരായണവും എല്ലാം കഴിഞ്ഞ് അവരതാ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം ഉമ്മ നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭക്ഷണമെല്ലാം റാഹത്തോടു കൂടി കഴിക്കുന്നു. എന്നിട്ട് അതാ അദ്ദേഹം പള്ളിയിലേക്ക് പോകുന്നു. ഞാൻ ട്രെയിനിൻ്റെ സമയമൊക്കെ ഒന്ന് ചോദിച്ചിട്ടൊക്കെ ഒന്ന് വരാം കേട്ടോ. എന്തൊക്കെ തന്നെയായാലും ഇൻഷാ അല്ലാ നിങ്ങൾ
ഞാൻ പറയാം, നിങ്ങൾ ഇനിയിപ്പോൾ അത്താഴം കഴിച്ചിട്ട് കിടക്കണമെന്നില്ലല്ലോ, ആരും കിടക്കൊന്നും വേണ്ട. നല്ല മക്കളായിട്ട് ഖുർആനൊക്കെ ഓതിക്കോളി, ഞാനിപ്പോൾ വരെ എപ്പോഴാണ് ട്രെയിനെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് നമുക്ക് പോകാം. അങ്ങനെ അതാ ആ പിതാവ് പള്ളിയിലേക്ക് പോകുന്നു. പള്ളിയിൽ പോയി നിസ്കാരവും ഖുർആൻ പാരായണവും എല്ലാം കഴിഞ്ഞപ്പോൾ അത് തൻ്റെ സുഹൃത്തിനോട് ചോദിക്കുന്നു, അല്ല തിരൂർക്ക് എപ്പോഴാണ് ട്രെയിനിഞ്ഞേ? തിരൂർക്കോ? അതൊക്കെ എപ്പോഴും ഉള്ളതല്ല എൻ്റെ അബു, അതൊക്കെ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവും. എന്താ അല്ലേ, എങ്ങോട്ടേ ടൂറ് പോകുന്നുണ്ടോ പെരുന്നാളൊക്കെ ആയിട്ട്? പെരുന്നാളായിട്ടില്ല, എന്നാലും എൻ്റെ പൊന്നുമോള് വന്നിട്ട് എന്നെ തേടി തിരഞ്ഞ്, അപ്പോൾ ഓളങ്ങോട്ട് ആക്കി കൊടുക്കും വേണം. ആയിക്കോട്ടെ, ട്രെയിനൊക്കെ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവും. രാവിലെ ഒരു 8 മണിക്ക് ഒരു ട്രെയിനുണ്ട്, അതിനങ്ങോട്ട് പോയിക്കോ, അത് നേരെ അവിടെ തിരൂർ ചെന്നങ്ങോട്ട് ഇറങ്ങും. ആ പിതാവ് ആ നിമിഷം തന്നെ അതാ പള്ളിയിൽ നിന്ന് തിരിച്ചെത്തി. ഹഫ്സ, സൗദ, മക്കളെ, 8 മണിക്കൊരു ട്രെയിനുണ്ട്, അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഒരുപാട് സമയം പള്ളിയിൽ ഇരിക്കാഞ്ഞത്. വേഗം ഒരുങ്ങിക്കോളി. എല്ലാവരും കുളിയും നനയും ഫ്രഷാകലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സൗദയും തന്നെ. ഏതായാലും ഹഫ്സ കൂടെ വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ സൗദക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. എന്തൊക്കെ തന്നെയാലും പടച്ച റബ്ബിൻ്റെ കാരുണ്യം കൊണ്ട് അല്ലാഹുവേ എനിക്കിവരെ കാണാൻ പറ്റിയല്ലോ. അങ്ങനെ അതാ സൗദയുടെ ഉപ്പ ഷമ്മാസ് ഏൽപ്പിച്ച ആ ഒരു പണവും മായി അത് അവർ ബാഗിൽ കരുതുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം അവർ വാതിലെല്ലാം അടച്ച് എല്ലാവരും കുളിച്ച് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങുന്നു. കുഞ്ഞുമക്കളെല്ലാം മുഖമക്കന്നെ ധരിച്ചുകൊണ്ട് അതാ പോകുന്നു. ഹഫ്സ നല്ല രീതിയിൽ നിക്കാബ് നല്ല രീതിയിൽ കെട്ടിയിട്ടുണ്ട്, മാഷാ അല്ലാ, കുഞ്ഞിനെയും എടുത്ത്. എന്നാൽ സൗദ വെറും ഷാള് ചുറ്റിയിട്ടിരിക്കുകയാണ് ചെയ്തത്. എന്നാൽ പെട്ടെന്ന് തന്നെ അവൾക്ക് തോന്നി, ഉമ്മ ഇനിയുണ്ടോ നിക്കാബ്? മോളെ ഉണ്ടല്ലോ, ഇതാ മോളിത് കെട്ടിക്ക്, ഇത് മോളെ എപ്പോഴും സേഫ്റ്റിയാണ്. പിന്നെ പൊടിപടലങ്ങൾ മുഖത്തേക്ക് ആക്കാതിരിക്കാനും ഇനി അന്യ പുരുഷന്മാർക്ക് നമ്മളെ മുഖം ഇങ്ങനെ കാണിച്ചു കൊടുക്കണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടൊക്കെ മോളിത് കെട്ട്. എന്നാൽ സൗദക്ക് അത് അത്ര അങ്ങ് പരിചയമില്ലായിരുന്നു. ഉമ്മ ഇതെങ്ങനെ? മോളെ ഞാൻ കെട്ടിത്തരാം, കൊണ്ട ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് സൗദയുടെ കണ്ണിന് മുകളിലായിട്ട് അത് അവർ കെട്ടിക്കൊടുത്തു. അങ്ങനെ അതാ അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇക്ക, നമ്മളെല്ലാവരെയും ഒരു ഓട്ടോയിൽ വലിയ വണ്ടി വിളിക്കുക. അങ്ങനെ അതാ ആ ഒരു വലിയ ഓട്ടോറിക്ഷയിൽ അവരെല്ലാവരും കയറി സന്തോഷത്തോടു കൂടെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. സത്യം പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആദ്യമായി കാണുന്ന നമ്മുടെ ഹഫ്സ അത്ഭുതപ്പെടുകയായിരുന്നു. എൻ്റെ റബ്ബേ, ഓരോന്നിലൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഈ ഭാഗത്തേക്ക് നമ്മൾ വന്നിട്ടേ ഇല്ലല്ലോ ഇല്ലിക്ക. എന്നാൽ അവർ പറഞ്ഞു, ഹഫ്സ മോളെ, നീ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് നാട്ടിലേക്ക് പോകണം എന്നുള്ളത്, പക്ഷേ നാട്ടിലേക്ക് എങ്ങനെ ഞാൻ കൊണ്ടുപോകും എന്നുള്ള രീതിയിലായിരുന്നു നിന്നെ ഇവിടെ നിർത്തിയത്. എന്നാൽ എൻ്റെ സൗദമോൾ വന്നതുകൊണ്ട് എനിക്കും ധൈര്യമായി. എന്നാൽ അദ്ദേഹത്തിന് ഒരു ഉറപ്പുണ്ടായിരുന്നു. കാരണം അവിടുന്ന് കിട്ടിയ ഒരു ക്യാഷ്, ആ ക്യാഷ് കൊണ്ട് ഇനി എൻ്റെ ഭാര്യയെയും മക്കളെയും ഒരു റൂം എടുത്തിട്ടെങ്കിലും അവരെ താമസിപ്പിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു. കാരണം കഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ, അത് ആ പിതാവ് ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും അവളെ ഞാൻ കഷ്ടപ്പെടുത്തില്ല എന്ന് എനിക്ക് വാക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇൻഷാ അല്ലാ. പക്ഷേ എന്ത് ചെയ്യാൻ, അപ്പോഴേക്കും അദ്ദേഹം പോയി. എന്നാലും ആ ഒരു വാക്ക് എനിക്ക് പാലിച്ചേ മതിയാവും. അങ്ങനെ അത് അല്പം സമയം കഴിഞ്ഞപ്പോൾ ട്രെയിൻ എത്തുന്നു. ആദ്യമായി ട്രെയിനിൽ കയറുന്ന നമ്മുടെ ഹഫ്സ. മക്കൾക്കും മതിയായ സന്തോഷം. ഉമ്മച്ചി നമ്മൾ അങ്ങോട്ട് പോകുന്നത് എന്നുള്ള ചോദ്യത്തിന് അവൾ പറഞ്ഞു, അതെ നമ്മൾ ഉപ്പാൻ്റെ വീട്ടിലേക്ക് പോവാൻ കേട്ടോ, ഉപ്പാൻ്റെ നാട്ടിലേക്ക്. എന്നാൽ ഈ സമയം സൗദ അത് ഓർത്തു. അതെ, ഉപ്പയുടെ പേരിലുള്ള വീടുണ്ട്, ഒഴിഞ്ഞു കിടക്കുന്നു, അതിലാരും ഉണ്ടാവില്ല. അതെ, പറ്റുമെങ്കിൽ അവിടേക്കെങ്കിലും പോകണം. അല്ലാ, അവളത് ഉപ്പയോട് പറയുകയാണ്. ഉപ്പ, മോളെ, ഉപ്പ അത് പിന്നെ ഉണ്ടല്ലോ, നമ്മൾ എന്തായാലും വേറെ വീടൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഉപ്പ ഉണ്ടാക്കിയ വീട് അതിപ്പോഴും അവിടെ ഉണ്ടുപ്പാ, നമുക്ക് അവിടേക്ക് പോയാലോ മോളെ? ഇൻഷാ അല്ലാ, ആയിക്കോട്ടെ, എൻ്റെ കുട്ടിയുടെ ആഗ്രഹം പോലെ അങ്ങനെ നടക്കട്ടെ. അതെ, നമ്മുടെ ഹഫ്സയുടെ ആദ്യത്തെ ട്രെയിൻ യാത്ര, അതും ഒരു നോമ്പിൻ്റെ ദിവസത്തിൽ. കോയമ്പത്തൂരിലെ പുലർച്ചെ സമയമാണ്. കോയമ്പത്തൂർ നഗരത്തിലെ ഒരു ചെറിയ വീട്ടിൽ. അതെ, അന്ന് വളരെയധികം സന്തോഷമായിരുന്നു അവർക്ക്.
അവരെല്ലാവരും കൂടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നു. തൻ്റെ പിതാവിനെ കുറിച്ച് ഓർത്തു അവൾ. അതെ, തൻ്റെ പിതാവ് ഇവിടെയായിരുന്നു വളർന്നതും എന്നെ വളർത്തിയതും ഒക്കെ. എന്നാൽ അവിടെ വിട്ട് മറ്റൊരു നാട്ടിലേക്ക് ഞാൻ പോവുകയാണ്. ശരിക്കും അവളുടെ മനസ്സിൽ അത്ഭുതം ഉണ്ടായിരുന്നു. ഭർത്താവും മക്കളും എല്ലാവരും കൂടി ഒരുമിച്ചൊരു സന്തോഷകരമായ യാത്ര. ഒരു നിമിഷം അവൾ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ റഹ്മാനെ, യാത്ര നന്നാവണേ അല്ലാ. തൻ്റെ പിതാവ് പഠിപ്പിച്ചു തന്ന ബിസ്മില്ലാഹി സുബ്ഹാനല്ലദീ സഖറന ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിമീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് ചൊല്ലിക്കൊണ്ട് അവൾ അതാ ട്രെയിൻ യാത്രക്ക് ഒരുങ്ങുകയാണ്. ഹഫ്സക്ക് ട്രെയിൻ യാത്ര ഒരു വലിയ അത്ഭുതം പോലെയായിരുന്നു. ഇതുവരെ അവൾ ബസ്സിൽ അതുപോലെ ഓട്ടോയിലും മാത്രമായിരുന്നു യാത്ര ചെയ്തിട്ടുള്ളത്. സ്റ്റേഷനിലേക്ക് കയറിയപ്പോൾ തന്നെ ഹഫ്സ അത്ഭുതത്തോടെ ചുറ്റും നോക്കി. റബ്ബേ, വലിയ വലിയ പ്ലാറ്റ്ഫോമുകൾ, വണ്ടികളുടെ നീണ്ട നിര, ലൗഡ് സ്പീക്കറിൽ കേൾക്കുന്ന പ്രഖ്യാപനം. അവൾ ഭർത്താവിനോട് മൃദുവായി ചോദിച്ചു, ഇക്ക, ഇത്രയും ആളുകളൊക്കെ എവിടേക്ക് പോകുന്നത്? ഭർത്താവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ട്രെയിൻ ലോകം അങ്ങനെയാണ് ഹഫ്സ. എല്ലാവരും ഓരോ കഥയുമായി യാത്ര ചെയ്യുന്നവരാണ്. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടാവും. അതിനു വേണ്ടിയിട്ടല്ലേ ഇവിടെ എത്തുന്നത്. അപ്പോൾ തന്നെ ഒരാളുടെ ശബ്ദം സ്റ്റേഷനിൽ മുഴങ്ങി, ചായ 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 ചായ, ചൂടുള്ള ചായ ചായ. എന്നാൽ തൊട്ടടുത്തായിട്ട് മറ്റൊരാൾ കാപ്പി കാപ്പി കാപ്പി, ഫിൽറ്റർ കാപ്പി എന്ന് പറഞ്ഞ് അങ്ങനെയും ആ ശബ്ദങ്ങൾ ഹഫ്സക്ക് ഒരു പുതിയ ലോകം പോലെ തോന്നി. അവൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നോമ്പല്ലായിരുന്നെങ്കിലേ എൻ്റെ മക്കൾക്ക് ചായ വാങ്ങിത്തന്നിരുന്നു. എന്നാൽ ആ കുഞ്ഞു മക്കളും നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. കുഞ്ഞുങ്ങൾ ചിരിച്ചു. രാത്രി കുടിക്കാലോ. അതെ, ട്രെയിൻ എത്തുന്ന നിമിഷമെത്തി. അവർക്കുള്ള ട്രെയിൻ അതാ വരുന്നു. അപ്പോൾ ദൂരത്ത് ട്രെയിൻ പതുക്കെ സ്റ്റേഷനിലേക്ക് എത്തി. ഹഫ്സയുടെ കണ്ണുകൾ അത്ഭുതത്തോടെ നിറഞ്ഞു. ഇത്രയും വലിയ വണ്ടിയായിരുന്നു, പക്ഷെ ഞാൻ കയറിയിട്ടില്ല. കാണാൻ കണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതൊന്നും മാത്രമല്ല റബ്ബേ, ഇതിൽ 10ഓളം ബോഗികളും ഉണ്ടല്ലോ. ശരിക്കും അവൾ അതെല്ലാം നോക്കി. ഞാൻ വിചാരിച്ചു ഇതൊന്നായിട്ട് കയറുകയാണെന്നാണ്. പക്ഷേ കുറേ വാതിലുകളുണ്ട്. ട്രെയിൻ നിർത്തിയപ്പോൾ ആളുകൾ ഇറങ്ങുകയും കയറുകയും ചെയ്തു. ഹഫ്സ കുഞ്ഞുങ്ങളുടെ കൈ മുറുകെ പിടിച്ചു. അതെ, കുഞ്ഞിനെ ഉപ്പയാണ് എടുത്തിട്ടുള്ളത്. അവൾക്ക് ചെറിയൊരു ഭയം, പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആവേശവും. എന്നാൽ അവരെല്ലാവരും ട്രെയിനിൽ കയറി. അവർ സീറ്റിലിരുന്നപ്പോൾ ഹഫ്സ ജനൽക്കൽ ഇരിക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഹഫ്സ, നീ അവിടെ ഇരിക്കെ, നീ കാണാത്തതല്ലേ. ട്രെയിൻ പതുക്കെ മുന്നോട്ട് നീങ്ങി സ്റ്റേഷൻ പിന്നിലേക്ക് മാറാൻ തുടങ്ങി. ഹഫ്സ മനസ്സിൽ പറഞ്ഞു, സുബ്ഹാനല്ലാ, ലോകം എത്ര മനോഹരം. പച്ച നിറത്തിലുള്ള വയലുകൾ, ചെറിയ വീടുകൾ, പാതക്കരയിൽ ഓടുന്ന കുട്ടികൾ, എല്ലാം അവൾ ആദ്യമായി കാണുന്ന പോലെ ആസ്വദിച്ചു. കുഞ്ഞുങ്ങൾ ചോദിച്ചു, ഉമ്മച്ചി, ട്രെയിൻ പറക്കുന്ന പോലെ തോന്നുന്നല്ലോ. ഹഫ്സ ചിരിച്ചു. അതേ മക്കളെ, നമ്മൾ ഭൂമിയിലൂടെ പറക്കുന്ന പോലെയാണ്. എന്നാൽ സമയം ഉച്ചയിലേക്ക് നീങ്ങി തുടങ്ങി. ട്രെയിനിൽ ചില ആളുകൾ ഭക്ഷണം കഴിക്കുകയാണ്. വെളുത്ത പെട്ടികളിൽ നിന്ന് ബിരിയാണി, ചപ്പാത്തി, സ്നാക്സ് അതെല്ലാം അവർ എടുക്കുന്നു. എന്നാൽ ഹഫ്സക്ക് ചെറിയൊരു ഭയം തോന്നി. പഠിച്ചോനെ, എൻ്റെ മക്കൾ നോമ്പുകാരികളാണ്, അവർക്കത് കാണുമ്പോൾ കൊതിയാവുമോ എന്ന് കരുതി ഹഫ്സ അവരുടെ ശ്രദ്ധ മാറ്റി. മക്കളെ, ഇത് നോമ്പ് മാസമാണ് കേട്ടോ, സഹനം അത് നമ്മൾ കാണിക്കണം. അവൾ മക്കളുടെ ശ്രദ്ധപ്പെടുത്താതെ വേറെ പലതും പറഞ്ഞുകൊണ്ടിരുന്നു. ഇൻഷാ അല്ലാ, ഇഫ്താറിൻ്റെ സമയത്ത് നമുക്കിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് പോകാം. എന്നാൽ ആ പിതാവിൻ്റെ വാക്കുകൾ, അതെ, ക്യാഷ് ഉണ്ടായതുകൊണ്ട് സമാധാനമുണ്ട്, അല്ലെങ്കിൽ റബ്ബേ എത്രമാത്രം കഷ്ടപ്പെടേണ്ടി വരും. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ട്രെയിന് അല്പം ലേറ്റായി. അവിടെ നിർത്തിയിട്ടു. എങ്കിലും അവർ നിസ്കാരങ്ങളെല്ലാം അതിൽ വെച്ച് തന്നെ നിർവഹിച്ചു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ സൂര്യൻ പതുക്കെ അസ്തമിക്കുവാൻ വേണ്ടി പോവുകയാണ്. ട്രെയിൻ ചെറിയ സ്റ്റേഷനിൽ നിർത്തി. അവിടെ ഒരാൾ വിളിച്ചു പറയുന്നുണ്ട്, പഴം, സമൂസ, ജ്യൂസ്. ഭർത്താവ് വേഗം ഇറങ്ങി കുറച്ച് ഈത്തപ്പഴവും ജ്യൂസും വാങ്ങി. മഗ്‌രിബ് സമയമായപ്പോൾ ഹഫ്സ ആ സമയത്ത് അത് പറയുന്നു. മക്കൾക്കും എല്ലാവർക്കും ഈത്തപ്പഴവും വെള്ളവും കൈകളിൽ കൊടുത്തു. സൗദക്കും അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആദ്യമായി ട്രെയിനിൽ ഇരുന്നു കൊണ്ട് നോമ്പ് തുറന്നു. ആ നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത്രയും മനോഹരമായ ഒരു അനുഭവം ഞാൻ ഒരിക്കലും മറക്കില്ല അല്ലാ.
ട്രെയിൻ അല്പം ലേറ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത്. അതാ ഭക്ഷണമെല്ലാം കഴിച്ചു. രാത്രി ആകാശത്തിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞു. ട്രെയിൻ ശബ്ദം ഒരു താളം പോലെ കേൾക്കുന്നു. കുഞ്ഞുങ്ങൾ ഉറങ്ങി. ഹഫ്സ ജനൽക്കൽ നിന്ന് പുറത്തേക്ക് നോക്കി. അവൾ മനസ്സിൽ ചിന്തിച്ചു, ജീവിതം ഒരു ട്രെയിൻ യാത്ര പോലെയാണ്. ഓരോ സ്റ്റേഷനും ഓരോ പുതിയ അനുഭവം. അവൾ ശാന്തമായി ചിന്തിച്ചു, അൽഹംദുലില്ലാ, ഇന്നത്തെ ദിവസം മറക്കാനാവാത്ത അനുഭവം. ട്രെയിനിൽ ഇരുട്ട് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വായിച്ചു. അല്പസമയത്തിന് ശേഷം അതാ ഭർത്താവ് വിളിക്കുന്നു. ഹഫ്സ, എന്താ ഉറങ്ങിയോ? അതാ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തി. നേരത്തെ എത്തേണ്ടതായിരുന്നു, കുറച്ച് ലേറ്റായിപ്പോയി. എന്താ അറിയില്ല. അങ്ങനെയതാ അവർ ആ ഒരു തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.